നമ്മുടെ ലഞ്ച് ടൈം ലാഫിൻ്റെ സീസൺ 2ലേക്ക് സ്വാഗതം. നമ്മ ആ ടൈം ആകുമ്പോൾ എത്തും. കോയക്ക വറവ്, തോരൻ, ഇന്നത്തെ എന്തൊക്കെയാ? കോയക്ക തോരൻ, പിന്നെ മത്തനും ചെറുപയറും, പിന്നെ മീൻ. അതെന്താ സാമ്പാറാണ് നോക്കി നോക്കട്ടെ. മീൻകറി, മത്തിക്കറി. സരോണ്ടിയാന്ന് കേട്ടാ നിങ്ങളെ നമ്മുടെ കുക്ക്. അതെ, നമ്മുടെ കുക്ക്. ചോറ്. എടാ വാ വീഡിയോ എടുക്കാലോ. എന്താ സുനി ആയിക്കോട്ടല്ലോ, കണ്ടല്ലോ പറയുന്നല്ലേ. എന്തിന് എന്റെ നാട്ടുകാരനാണ്. ചോറ് അതൊക്കെ വെച്ച് ഇന്നത്തെ സമയം കണക്കാണ്. ഇന്നലത്തെ സമയത്ത് തന്നെയാണ് അതിന്റെ ഫോണിന്റെ കാര്യം അത് നീ എടുത്തു നോക്കാം. അതൊന്നുമില്ല, അത് കുറയ്ക്കാൻ നേരവും. ഇതിലെ കുഞ്ഞു മുതലാളി ഒരു ഫോൺ വിളിച്ചെന്നൂടെ? കൊച്ചു മുതലാളി ഒരു ഫോൺ വിളിച്ചെന്നൂടെ? എല്ലാവർക്കും മേടിച്ചു തരാം. ബാബുനോ ഇതാര് പാത്രം? ബാബുവേട്ടന്റെ വലിയ പാത്രം. വലിയ അതിൽ കാണാനാ നീ ഇപ്പൊ വിളമ്പുന്നല്ലേ? നീ വിളമ്പലില്ലല്ലോ. പോരെ കുറ്റം പറയില്ലല്ലോ. കൊറേ സമയം വിളമ്പുന്നോണ്ട് എല്ലാം കൈയൊന്നും പാവല് ചോറെടുത്തോ. ഇത് തന്നെ ഒന്ന് ആധാരം വേണ്ട. ചമ്മന്തി ഉണ്ടോ? മീൻ വറുത്തതുണ്ടല്ലോ. അതിന്റെ അതിൽ വറുത്തില്ല. അവര് ആ കറി കൂടെ കൊടുക്കണം. ചോറ് പറയാനില്ല വെച്ചേക്കാം. അതിനോടെ വെക്കല്. പശുവിന് കൊടുക്കാൻ വെക്കുമ്പോൾ അങ്ങനെ നിങ്ങ അത്രയും വലിയ മണത്തിനൊന്നും ചെയ്യില്ല, നമുക്കറിയില്ലേ. മിനിക്ക് ഇതിന് ചോറ് കിട്ടിയ അവിടെ നിൽക്കുക. ഇനി ഇതിലേ പോണല്ലോ ഒന്ന് പൊത്തിയോ അടിച്ചോ കൊണ്ടുവരത്. ആ പ്ലേറ്റ് കൊടുത്തേ അങ്ങനെ അടിച്ചോ. പച്ചവെള്ളം ചൂടുവെള്ളം ഇതേ ഇല്ല കുടിക്കരുത്. അവിടെ തന്നെ കിട്ടാത്ത രീതിയിൽ പോയിരിക്കുക. തരവണ്ടിന്റെ മുമ്പിൽ കൊണ്ടുവെക്കാം. മാറ്റിക്കോ. നല്ല ശീലമുണ്ട്. ഇന്നോ ഏതെല്ലാം എല്ലാം പെട്ടു വരുന്നില്ല. കുടിച്ചു പോകാൻ പാടില്ല അല്ലേ? നമ്മുടെ യൂട്യൂബല്ലേ?
നമ്മ പണിയെ എടുക്കുന്നില്ല തിന്നുന്നുണ്ടെന്ന് അറിയണ്ടേ അല്ലേ? പറഞ്ഞാലോ പറഞ്ഞ വിവരം കിട്ടിയാലോ വിവരം കിട്ടിയതാ. ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന പറഞ്ഞിട്ട് ആ വിജയിച്ച് ഡയറക്റ്റ് പാത്രം കൊണ്ടുപോയി വെള്ളത്തിൻ്റെ ഒരു മഞ്ഞ ബില്ലിട്ട് വന്നിട്ട് അപ്പുറം കഴുകാൻ വെള്ളമുണ്ട് എന്ന് പറഞ്ഞു തോന്നി. ഈ കുപ്പിയിലത്തെ വെള്ളത്തോടാണ് കഴുകുന്നത്. അയ്യോ എന്റെ ദൈവമേ. ഞാൻ പറഞ്ഞു അത് കുടിക്കേണ്ട വെള്ളാന്ന്. ഏത് കുപ്പിയില്? വെള്ളപ്പുറം ഉണ്ടാന്ന് വിചാരിച്ചു. വെള്ളപ്പുറം ഉണ്ടെന്ന് പറഞ്ഞു ഈ കുപ്പിയിൽ കണ്ടുകൊണ്ട് കഴുകി. ഞാൻ പറഞ്ഞു അത് നേരെ ഇല്ലാണ്ട് എന്നിട്ട് അത് കണ്ടിട്ട് കഴിയാൻ പറ്റും. ഇതെപ്പോ മത്തിയോട് മത്തി ഞാൻ നേരെ മുറിച്ചിട്ടുള്ള മത്തി എപ്പോഴാ വാങ്ങിയേ? ഇന്നലെ മറ്റേ കിളിമീനാണല്ലോ വാങ്ങി, അല്ല മറ്റേ നത്തലാണല്ലോ വാങ്ങി. നല്ല നട്ടല്ല മുറിച്ചിന് ആ അത് ശരി. മത്തി ഇന്ന് ഇട്ട് തരും. ഇനി ഇന്ന് അമ്മ രാവിലെ വാങ്ങിനു. കൈ കഴുകട്ടെ എന്ത് കാണുമ്പോ എന്നാ ഉണ്ട്? അത് മാങ്ങ. ഓ അതൊരു സ്പൂണായിട്ട് അങ്ങോട്ടും അങ്ങോട്ട് കൊടുത്താൽ മതി എടുത്തിട്ട്. ഇങ്ങനെ എടുക്കുക. കൈയില്ലാണ്ടാവില്ല. കയ്യിലുണ്ടാവില്ല. കൈയില്ലേ? കൈ കഴുകാൻ എടുക്കാൻ അത് എടുത്തേക്കൊണ്ട് വേണ്ടവരെ എടുക്കൂലേ? ഊണെടുത്തു അങ്ങനെ വേണം. എല്ലാം പഠിക്കാൻ കിട്ടുക. എല്ലാം പഠിക്കാൻ ഇട്ടുവാ. നിന്റെ കുട്ടിക്കെല്ലാം സദ്യക്കല്ല ഇങ്ങനെയാണ്. അറിയില്ല. മാറ്റി വെച്ച് കൊടുത്ത് എൻ്റെ അടുത്തൊക്കെ ഒന്ന് കിട്ടിയിട്ട് ബാബുന് വേണോ മാങ്ങ ചമ്മന്തി? ആ പാത്രം എടുക്കാലോ. ഇതാർക്കാ? രണ്ടെണ്ണം. ആ ഒരു പുളിക്ക് ഒരു പുളിക്ക ചീത്തറിഞ്ഞാ കേൾക്കൂല. അല്ലേ? കൊടുക്കേണ്ട കൊടുത്തിട്ട് ചീത്ത പറയുന്നു. അല്ല എന്ത് ഓരോ ഉണക്ക് വറുത്തതും കൂട്ടിയിട്ട് കഞ്ഞി കുടിക്കലെന്നോ വറുത്തേക്ക് അറിയുന്നു. ഉണക്ക് വറുത്തതും കൂട്ടിയിട്ട് ഭാഗ്യം വേണം. നമ്മ കഞ്ഞി കുടിക്കലോ? ഓ അവിടെ. ആ അവിടെ അത് ശരിയാ. അവിടെ ഒന്നോ രണ്ടോ കറി ഞാനും ഉണ്ടാവുള്ളൂ. ചേച്ചിക്ക് അതും കൂടെ വെക്കാനുള്ള സമയം ഉണ്ടാവും തോന്നില്ല. ഉപ്പ് കളയേണ്ട സമയമില്ല. എന്നിട്ട് വേണ്ടേ ഉപ്പ് ചൂട് വിളിച്ച പോകുമ്പോ ചൂട് നിൽക്കൂല. അല്ലെങ്കിൽ വെകിള് വിളിച്ച അവിടെ പണി മൊത്തം. അല്ലെങ്കിൽ അവിടെ തിരക്കായിട്ട് ഇല്ലല്ല, അതൊന്നും ആയില്ലല്ലോ. അത് വാടക കൂട്ടി കൊടുക്കാൻ പോയില്ലേ? 2 മാസം കൂടെ നിൽക്കുമായിരിക്കും. ഒരു മാസം കൂടെ ചിലപ്പോൾ കൊടുക്കും. അന്നേരം കച്ചവടം ഇല്ലെങ്കില് കൊടുത്തു കാര്യമില്ല. അപ്പൊ 2 മാസത്തേക്ക് കൊണ്ടുള്ള പൈസ കൊടുത്തിനോ? കൊടുത്തു. അങ്ങനെ കണ്ട പറഞ്ഞ പറഞ്ഞിനി അതെയാ? അതിന് കൊടുക്കൂല. അപ്പൊ അങ്ങനെ പറഞ്ഞു. ഇനി ഒരു 2 മാസത്തെ കണ്ട് കൊടുത്തു ചോദിച്ചു നോക്കണം എന്ന് പറഞ്ഞു. ഇനി അങ്ങനെയാണോ പറഞ്ഞതെന്ന് അറിയില്ല. അവിടെ കച്ചവടം കൊടുത്തിട്ട് കാര്യമില്ല. 30 ഇപ്പൊ കച്ചവടം ഇല്ലേ? ഇപ്പം ഉണ്ട്. ഇനി ഒരു മാസം കൂടെ നോക്കിയിട്ട് ഉണ്ടെങ്കിലേ കൊടുക്കൂ. ഇപ്പം ഉണ്ട് പറഞ്ഞ കാര്യമില്ല. അടുത്ത മാസം ആകുമ്പോൾ ചിലപ്പോൾ കച്ചവടം ഇല്ലെങ്കിൽ പിന്നെ പൈസ വെറുതെ കൊടുക്കണ്ടേ? ഈ മഴ തീരുന്നവരെ ഉണ്ടാവും. പിന്നെ കണക്കന്നെ. ഇന്ന് വെളുപ്പിനൊക്കെ ആകുമ്പോഴത്തേക്കും അവിടുന്ന് പോന്നു. വെളുപ്പിനൊക്കെ ആകുമ്പോഴത്തും ഞാന് സിനിമ കഴിഞ്ഞിട്ട് ബിരിയാണി എന്നിട്ട് പൊറോട്ട ആയിരുന്നു. അതുകൊണ്ട് ഇനി കുറച്ച് കഴിഞ്ഞാൽ വിശക്കും. പൊറോട്ട ഒന്നുമില്ല. അത് തിന്നു കഴിഞ്ഞാൽ പിന്നെ ഇനി ഉച്ചക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇനി വിശക്കും. പൊറോട്ട ഒന്നും വിശക്കൂല. വന്നു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ബാഗുണ്ട്. രാത്രി അവർ വേണ്ടേ? ഞാൻ എനക്കുണ്ടാവും. അവര് കൊണ്ടുവരുന്നുണ്ട് ഹോട്ടലിൽ നിന്ന് വരുമ്പോ. അങ്ങനെ വരെ ഹോട്ടലിലാണ്.
ഗോതമ്പ് ബോധം കെട്ടിട്ട് ഗോതമ്പ് വരുത്തിട്ട് പൊറോട്ടേനെ ബോധം ആ മിനിറ്റ് എൻ്റെ പാത്രത്തിൽ നോക്കിയെന്ന് എൻ്റെ പാത്രം അതെ പറവതല്ല അല്ല പറക്കതാ എൻ്റെ കണ്ണ അവർ തന്നെ ആ മദർ സ്കൂളിലോ ചോറ് കളയറ്റേ എത്ര കപ്പ പൊട്ടിച്ചിട്ട് കപ്പ് പൊട്ടിച്ചതന്നെ അവരെങ്ങനെ പൊട്ടിക്കല് കത്തി വാക്കത്തി കൊണ്ട് അടിച്ചു പൂരെ അതുകൊണ്ടാ പൊട്ടിയത് കൂട്ടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എടുക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മന്ന് അത്ര ഒരു കപ്പ് പൊട്ടിയിട്ടുണ്ടൊക്കെ അവിടെ കൈ വെച്ചതല്ലേ ആര് കൊണ്ടുവന്നാലും പൊട്ടിയിട്ടുണ്ടായില്ല എല്ലാവരും കപ്പ് കൊണ്ടിരുന്നുണ്ട് പൊട്ടില്ല മുട്ടും വെള്ളം വരുന്നുണ്ട് ഇവര് ഇല്ല അതിന് കൊടുക്കൂല ഞാനൊരു കപ്പ് കൊണ്ട് തന്നെ ഒറ്റ പൊട്ടിയതിന് കത്തി വരും നിങ്ങളിപ്പോ പൊട്ടിയുടെ എണ്ണം അവിടെ കൊടുത്തിട്ടില്ലേ പൊട്ടിയത് വരെ കൊടുത്തു അല്ല നിങ്ങളിപ്പോ ഇവിടുന്ന് എണ്ണിയില്ലേ ആ കപ്പിന്റെ ഇവരെണ്ണീറ്റ് തന്നത് ഞാൻ പറിച്ചിട്ട് കൊണ്ടു അവര് എണ്ണോ ഏതേ നമ്മന്നുണ്ട് ആ അതില് നിങ്ങൾ പൊട്ടിയത് കൂട്ടിയായിരുന്നു പൊട്ടിയത് മാറ്റി അത് മതി പൊട്ടിയത് മാറ്റിയാൽ മതി ഇനി പറക്കാനുണ്ടോ ഇനി കൊണ്ടുവരുന്നില്ല എല്ലാം തച്ച് പൊട്ടിച്ചു പൊളിച്ചിട്ടുണ്ടോ ഉണ്ടോ എന്നും കൊറേ കൈ കൊണ്ടുപോയിട്ടേ ആദ്യം കഴിഞ്ഞ കൊല്ലത്തിന് മുന്നത്തെ കൊല്ലം കണ്ട് ഇവിടെ കണ്ടെന്നേ ഇരുന്നോണ്ട് തന്നെ ആരും നമ്മുടെ അങ്ങോട്ടല്ലേ പുലിയന്നൂര് ഇപ്പൊ എത്ര കപ്പ് നമ്മ കൊടുക്കുന്നു ആര് പൊട്ടിച്ചിട്ടേ ഒരു വലിയ തോട്ടത്തിലെ കൊണ്ടുപോയത് അത് അവർക്ക് അറിയില്ല കപ്പോണ്ട് കുത്തി ഇതാക്കിയതില്ലേ കപ്പ ഉണ്ടല്ല കത്തി കൊണ്ടായിട്ട് വെച്ചാണ് കപ്പ് അല്ല അതല്ല അങ്ങനെ കപ്പ് അത്ര ജേസി ഇത് പൊടിഞ്ഞിന് കപ്പ് പുറമൊക്കെ ഒന്നില്ല ഒന്നും ചെറുതാ സാധാ ഇവരെ പറഞ്ഞിട്ട് പണിക്കാർ ഇവരല്ല തോട്ടക്കാരാന്ന് കൊറേ പണിക്കാറുണ്ട് ആ പറക്കാൻ കഴിയില്ല പാട് പറക്കാൻ ഇനി പറക്കാൻ കഴിയില്ല ഇവര് കൈ മാറ്റാൻ കൊടുക്കല് അത് നോക്കിയെടുത്തുന്ന താമിക്കൽ എസ്റ്റേറ്റ് അങ്ങനെയായിരുന്നു പേര് കാണിക്കല ആ അതിന്റെ ആ തോട്ടത്തിന്റെ പേര് ഇന്നത്തെ കഴിഞ്ഞു ഞാനേ ക്യാമറ ഓണാക്കാൻ മറന്നുപോയോ നോക്കാൻ പോയതാ നഷ്ടാവട്ടെ സമയം എത്ര പാചകം ഓണാക്കി പാചകം അടിച്ചിട്ട് അതായിട്ട് ഓണാക്കിയില്ലെങ്കിൽ പിന്നെ പോയി പോയില്ലേ മൊത്തം ഇന്നത്തെ പിന്നെ ആദ്യം ചോറ് ആക്കിച്ച് കൊണ്ടുവന്നിട്ട് ആദ്യം വെള്ളത്തിൽ നീ തന്നെ തിന്നല്ലേ ഏഹ് ആദ്യം ആക്കി കൊണ്ടുവന്നിട്ട് ആദ്യം ചോറൊന്ന് കാണിക്കണം ഇവിടെ തന്നെ തിന്നല് ക്യാമറ ഓണാക്കണം നാളെ ഇല്ല അമ്മ നാളെ ദിവസമില്ലേ എല്ലാ ദിവസവും ഉണ്ട് ഇനി സറൗണ്ടി ഇനി കുറച്ച് കഴിഞ്ഞാൽ എന്നെ പോലെ ഇങ്ങനെ പറയും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ആ സറൗണ്ടിക്ക് അതിനുള്ള ഒരു ഇതുണ്ട്, കഴിവുണ്ട്. ആ തുടക്കവും അവസാനം എല്ലാം പറഞ്ഞു. അടുത്ത എന്നാ നാളെ മുതൽ പറഞ്ഞു. നാളെ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. സറൗണ്ടി നാട്ടിലെത്തുമ്പോൾ എല്ലാരും കൈ കാണിക്കും, ഫോട്ടോ എടുക്കുന്നു. സറൗണ്ടിന്റെ കൂടെ അല്ല, സറൗണ്ടിന്റെ കൂടെ ഇന്ന് അവിടെയുള്ള നാട്ടുകാരൊക്കെ ഫോട്ടോ എടുക്കുന്നു. അന്ന് എന്റെ അപ്പുറം ഫോട്ടോ എടുത്താ പെണ്ണല്ലേ അല്ലേ? അവര് അതിന് ശേഷം വന്നല്ലോ. വന്നിന് ഇപ്പം അത് ആശുപത്രി എല്ലാം കാണിച്ചിട്ടാ. ആശുപത്രിയില് ആ നിന്നത് ഏത് ഈ സൈഡിലുള്ളതാ? എല്ലാം പറഞ്ഞു ഞാൻ നട്ട വീട്ടിന് മുമ്പിലെ എല്ലാം നമ്മട്ടല്ലേ. ഞാനും ബാബു നിത്തു ചക്കയാകുമ്പോ കുറച്ച് തിന്നു. ചക്ക പിടിക്കലേ അതില് പിടിച്ചല്ലേ.
അല്ല ഇപ്പം അതില് പിടിച്ചല്ലേ? ഇപ്പൊ ചക്ക രണ്ടാമതായി. നീ പിടിച്ചിനാ ഇതില് രണ്ടാമത് ആദ്യമായാ? അത് നീ പിടിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലഞ്ച് ടൈം ഫണ്ട് ഇവിടെ തീർന്നു. ഇനി നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.